എന്റെ കൂടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. ഓൾറെഡി നിങ്ങൾ എപ്പിസോഡ്സിലൊക്കെ കണ്ട് ഫെമിലിയർ ആയ ആർജി ബിൻസി. വെൽക്കം. ഹായ്. മസ്താരിയോട് മസ്തിയായിട്ട് ഞാനുണ്ട്. അതെ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, ഹാപ്പി ആയിട്ട് പോകുന്നു. ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയാനുള്ള ഒരു സംഭവമൊക്കെ ആയോ? കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. അങ്ങനെ വെച്ചാ എന്താ പറയാ, ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റേജിലാണ്. ബിഗ് ബോസിന് ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് തന്നെ വിഷമമാണ്. എന്താണ് ബിൻസി, ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾക്ക് സങ്കടം. അവരെ ആശ്വസിപ്പിക്കലാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേജ്. ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കൊടുത്തു തുടങ്ങുന്നു. രസമുണ്ട്. എവിടെ പോയാലും ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓടി വന്നിട്ട് ആദ്യം പറയുന്നത് ഒരു സങ്കടമാണ്, പിന്നെ ഒരു സെൽഫി എടുക്കും. അങ്ങനെ പോന്നു. ഒരു ചിന്ന ചിക്കൻ എന്നെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടോ? കുറച്ച് കണ്ടു, മുഴുവൻ കാണാൻ സമയം കിട്ടിയിട്ടില്ല. ഇല്ല. ഈ ഇപ്പം പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തെ പൊതുവെ ഗാലറി ബിൻസിക്ക് എതിരായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? ആരെതിര് പറയുന്നേ? കമന്റ്സ് ആണെങ്കിലും നമ്മൾ ലൈവ് ഞാൻ ഫുൾ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂസ് എടുക്കുന്നത് കൊണ്ടും നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പൊ ആ ഒരു ബേസിൽ മാക്സിമം കിട്ടുന്ന ലൈവ് ഒക്കെ ഇന്നും കൂടി എന്തോ കോഫി പൗഡറിന്റെ ഇഷ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ബിൻസി വന്നത്. അപ്പൊ നമ്മളിങ്ങനെ ലൈവ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജെനുവൻ ആയിട്ട് അതിനടിയിൽ ആളുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും ഭയങ്കര ഡിസ്കഷൻസ് കാണും. അതും പിന്നെ യൂട്യൂബ്സിന്റെ അടിയിലും റീസെന്റ് ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ബിൻസി എവിക്റ്റ് ആയത് നന്നായി എന്നുള്ളൊരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്തുനിന്ന് കാണുന്നത്. ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്പ്രോട്ടിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയ ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേ കമന്റ്സ് വായിക്കാൻ ശ്രമിച്ചു. അതായത് എന്റെ പേജിൽ വന്നിട്ടുള്ള വീഡിയോസിന് താഴെയുള്ള കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാൻ ശ്രമിച്ചു. അതിനകത്തൊക്കെ പോസിറ്റീവ് ആണ്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ. ഏതായാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറഞ്ഞ് നമുക്ക് തിരുത്താൻ പറ്റുന്നൊന്നുമില്ലല്ലോ. സോ പറയുന്നവർ അങ്ങനെ പറയട്ടെ. സത്യം എന്താണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ഒരു മെജോറിറ്റി, എനിക്ക് തോന്നുന്നു 80% ആളുകൾക്കും അറിയാം. എങ്ങനെ 20% പറഞ്ഞോട്ടെ, അവർക്കൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് പോയാലോ. അപ്പം ആ 20% ആളുകൾ, അത് ശരിയാണ്. ഇപ്പൊ ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബിൻസി എവിക്റ്റ് ആയത് എന്തുകൊണ്ട് നന്നായി എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നതായിട്ട് കേൾക്കുന്നത്. ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ആർജി ബിൻസി എന്നൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഓൾറെഡി ബിൻസി പറഞ്ഞു വളച്ചൊടിച്ചൊന്നും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ അതാണ് ഇഷ്ടം. എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എടുത്ത് കഴിയുമ്പോഴേക്കും ആർജി ബിൻസി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമ്മളിപ്പോ ഭാവിയിൽ ഇപ്പോഴാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു ടോപ്പിക് അപ്പാനി ശരത്തിന്റെ പേരിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ, ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയതാണ് ഇതിനെ കുറിച്ച്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് പോലും ഇങ്ങനെ ഉള്ളിലുള്ളപ്പോ നിങ്ങളെ കേൾക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഇതിനെ ചോദ്യം ചെയ്യും. കാരണം ഓരോരുത്തർക്കും ഓരോ കണ്ടന്റ് ആണല്ലോ അത് കാരണം എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ഒരു സാധനം ഇതുവരെ എനിക്ക് അങ്ങനെ ആ വീട്ടിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. ആരും ഡിസ്കസ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം സരിക ആണെങ്കിലും ആദില നൂറയൊക്കെ ആണെങ്കിലും അവർ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ആർജി ബിൻസിനെ മാത്രം എന്താണ് ബിൻസി കൊച്ചി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് കുറച്ചുകൂടി ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ഓൾറെഡി അവിടെ ഒരു ഉണ്ടായിരുന്നു. ഇതാണ് തോട്ട. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല, ഒരു മാറ്റവും ചെയ്യില്ല കേട്ടാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.